ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയാവുകയാണ് എമി. അപ്പോഴാണ് അവളുടെ ഫോൺ ശബ്ദിച്ചത്. അവൾ കോൾ അറ്റൻഡ് ചെയ്തു ചെവിയിലേക്ക് വെച്ചു. മോളെ, നീ വല്ലതും കഴിച്ചോ? അവളുടെ അമ്മയാണ്. അല്ലെങ്കിൽ അമ്മമാർക്കാണല്ലോ മക്കളെ ഓർത്ത് ടെൻഷൻ. ആ കഴിച്ചമ്മേ, ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയാവുകയാണ്. ഇച്ചായമാർ എന്തിയേ? അവർ റബ്ബർ വെട്ടാൻ പോയി, അവളുടെ അമ്മ പറഞ്ഞു. പിന്നെ നിൻ്റെ പപ്പ പത്രം വായിച്ച് ഉമ്മറത്തിരിപ്പുണ്ട്. അമ്മച്ചി വല്ലതും കഴിച്ചോ? എമി തിരക്കി. ഇല്ലടി, ചായ കുടിച്ചതേ ഉള്ളൂ. ഇവരൊക്കെ കഴിച്ചിട്ടല്ലേ അമ്മയ്ക്ക് കഴിക്കണേ. അതിന് എമി ഒന്ന് നെടുവീർപ്പിട്ടു. അപ്പോൾ ഞാൻ ഈവനിങ് വന്നിട്ട് വിളിക്കാം. അതും പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു. അവൾ റെഡിയായതും ബാത്റൂമിൽ നിന്നും ഉച്ചത്തിൽ കാർത്തികയുടെ പാട്ട് കേൾക്കാൻ തുടങ്ങി. എമി വേഗം ബാത്റൂമിൻ്റെ ഡോറിൽ മുട്ടി. ഡീ പുല്ലേ, വേഗം ഇറങ്ങിക്കോ. അവളുടെ മറ്റേടത്തെ പാട്ട്. ലേറ്റായതിൻ്റെ പേരിൽ ഇന്നും നീ ആ രാക്ഷസിയുടെ കയ്യിൽ നിന്നും തെറി വാങ്ങിച്ചു തന്ന പൊന്നു മോളെ, നീ എൻ്റെ തനി കുണം കാണും. ഡീ, ഇവളുടെ അനക്കമൊന്നുമില്ലല്ലോ. എൻ്റെ മാതാവേ. ഡീ കാർത്തി. തുടരെയുള്ള മുട്ടിന് ശേഷം അവൾ ബാത്റൂം ഡോർ തുറന്ന് എമിയുടെ മുഖത്തേക്ക് നോക്കി വൃത്തിക്കൊന്ന് വിളിച്ചു. കാർത്തി എമിയോടായി. കഴിഞ്ഞോ ഇന്നത്തെ ക്ലാസ്? എമി പല്ലിഞ്ഞടിച്ചു. നീ നന്നാവില്ലടി. എന്തോ അടുത്തു കൂടിയപ്പം ഒരിഷ്ടം തോന്നി. അത് വെച്ച് നീ എന്നെ മുതലെടുക്കുക അല്ലേ? എങ്ങനെ? എന്തോ? കയ്യിൽ കുറച്ച് മലയാളവും എണ്ണിപ്പറക്കി പറയാനറിയാവുന്ന ഇംഗ്ലീഷും കയ്യിൽ പിടിച്ച് മോള് തെലുങ്കാനയിലേക്ക് വണ്ടി കയറുമ്പോൾ കിട്ടിയ നിധിയല്ലേടി ഞാൻ. അത് കേട്ടതും എമിയൊരു ചമ്മിയെ ചിരിയിരിച്ചു. ഇവിടെയുള്ള തെലുങ്കത്തികളെല്ലാം കൂടെ നിന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ഞാനല്ലേടി വന്ന് രക്ഷിക്കാറ്. അതിന് നിനക്കെന്നെ വേണം. പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു പാലമിട്ട അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എന്ന്. ഏത്? അത് തന്നെ. പെട്ടെന്ന് എമി വാച്ചിലേക്ക് നോക്കി. എൻ്റെ കർത്താവേ, 7:30. നീ ഇവിടെ നിന്ന് കഥാപ്രസംഗം നടത്തിക്കോ. ഞാൻ പോവുക. നീ അങ്ങനെ പറയല്ലേടി, ഞാൻ ദാ റെഡി. അത് പറഞ്ഞ് കാർത്തിക റെഡിയാവാൻ തുടങ്ങി. ഡി, ഇതാണ് നിൻ്റെ വാച്ച്, ക്ലിപ്പ്, നെയിം ബോർഡ്. ആ, എത്ര മനോഹരമായ ആചാരങ്ങൾ. എമി അതിനെ അവളെ തറപ്പിച്ചൊന്ന് നോക്കി. ഡി വാ, വല്ലതും കഴിക്കാം. അപ്പോൾ രാവിലെ നീ നിൻ്റെ അമ്മച്ചിയോട് തട്ടുവിടുന്നുണ്ടായിരുന്നല്ലോ, കഴിച്ചെന്നോ കുടിച്ചെന്നോ ഒക്കെ. അതിന് എമി പറഞ്ഞു. നിനക്കറിയാലോടി എല്ലാം. പാവം എന്നെ ഓർത്ത് ടെൻഷനാണ്. ഇനി രാവിലെ തന്നെ എന്നെ ഓർത്ത് ആദ്യം കയറണ്ട എന്ന് കരുതി. അതും പറഞ്ഞ് രണ്ടാളും മെസ്സിലേക്ക് നടന്നു. മെസ്സിലേക്ക് കയറിപ്പോയ എമി ഒരു പ്ലേറ്റിൽ മാത്രം ഫുഡുമായി വരുന്നത് കാണുകെ കാർത്തിക ചോദിച്ചു. ഓ, അപ്പോൾ ഇന്നും മഞ്ഞച്ചോറാണല്ലേ? അത് കേട്ടതും എമി ഒരു കപ്പിൽ ചായയുമായി അവിടേക്ക് വന്നു. അത് ഊതി കുടിച്ചു. ഞങ്ങളെപ്പറ്റി പറഞ്ഞില്ലല്ലോ, ഞാൻ എമി വർഗീസ്. തെറ്റിദ്ധരിക്കണ്ട, വർഗീസ് അപ്പൻ്റെ പേരാണ് കേട്ടോ. പിന്നെ ഇവൾ എൻ്റെ ഒരേ ഒരു ചങ്കും ചങ്കിടിപ്പുമായ കാർത്തി എന്ന കാർത്തിക. എമി, നീ കഴിക്കുന്നില്ലേ? കാർത്തിക ചോദിച്ചു. ഇല്ലടി, രാവിലെ തന്നെ മഞ്ഞച്ചോറ് എനിക്ക് വേണ്ട. എങ്കിലേ മോക്ക് ഞാൻ കുറച്ച് അപ്പവും മുട്ടക്കറിയും അല്ലെങ്കിൽ ബ്രെഡും സ്റ്റൂവും തന്നാലോ? അതിന് എമി അവളെ കൂർപ്പിച്ച് നോക്കി. കാർത്തിക എമിയെ പുച്ഛിച്ചു വിട്ടു. രണ്ടാളും വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. പഞ്ച് ചെയ്ത് സൈൻ ചെയ്യാൻ ചെന്നപ്പോൾ കണ്ടു നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ റൂമിൽ തന്നെ നോക്കി എന്തൊക്കെയോ കുശുകുശുക്കുന്ന സാക്ഷാൽ സുധാമണി. പക്ക തെലുങ്കത്തിയാണ്. നമ്മൾ മലയാളീസിനെ പുള്ളിക്കാരിക്ക് കണ്ണിന് പിടിക്കത്തില്ല. പിന്നെ എനിക്ക് ദൈവം ഇത്തിരി തൊലിവെളുപ്പ് തന്നുപോയി. അതാണ് പെണ്ണുമ്പിള്ളയുടെ മെയിൻ പ്രശ്നം. കാർത്തിക സുധാമണിയുടെ മുഖത്തേക്ക് നോക്കി. നോക്കടി, ആ വിടക്ക് പെണ്ണുമ്പിള്ള നിന്നെ നോക്കി വെള്ളം ഇറക്കുന്നു. ഇവരെ ആണാകാതിരുന്നത് ഭാഗ്യം. നോക്കുന്ന നോട്ടം കണ്ടില്ലേ? മോളെ എമി, അവളുടെ നോട്ടം അത്ര പന്തിയല്ല. നിനക്കെന്തോ പണി വരുന്നത് പോലെ മനസ്സ് പറയുന്നു. അകത്ത് കയറി സൈൻ ചെയ്തിറങ്ങിയതും സൂപ്രണ്ട് സാലി പറഞ്ഞു. കൊച്ചുങ്ങളെ, നിങ്ങൾക്കിന്ന് OPDയിലാണ് ഡ്യൂട്ടി. പിന്നെ നമ്മുടെ MD ഇന്ന് ഇവിടെ ചാർജ് എടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുറിയിൽ പോയി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കണം. റൂം നമ്പർ 310. കേട്ടല്ലോ? എന്തോ പറയാൻ വാ തുറക്കാൻ പോയ കാർത്തികയെ എമി തടഞ്ഞു. അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. കണ്ണുകൾ കൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു. താങ്ക് യു മാഡം എന്നും പറഞ്ഞ് എമിയും കാർത്തികയും അവിടെ നിന്ന് ഇറങ്ങി. എമിയും കൂട്ടി സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയതും ഇനി ഈ കെട്ടിയെടുക്കുന്നവൻ എങ്ങനെയുള്ളവനാണോ ആവോ. കാർത്തിക വിത്ത് കലിപ്പ്. ആരായാലും നമുക്കെന്നതാ? ജോലി ചെയ്യുന്നു, വീട്ടിൽ പോകുന്നു, സോറി ഹോസ്റ്റൽ പോകുന്നു. അത് പറഞ്ഞപ്പോഴാ, ടി എമി, ഇന്ന് ഉച്ചക്കത്തേക്ക് എന്നതാടി കറി? ഓ, ഇവളെ കൊണ്ട് തോറ്റു. തിന്നുന്ന കാര്യം മാത്രമേ ശവത്തിൻ്റെ വായിന്ന് വരൂ. ചോദിക്കുന്ന ചോദ്യം കേട്ടാൽ ചിക്കനോ മട്ടനോ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെയാണ് അവളുടെ ചോദ്യം.
അല്ല പാവയ്ക്ക മെഴുക്കുവരട്ടിയും പരിപ്പ് കറിയായിരിക്കും. അതും പറഞ്ഞ് രണ്ടാളും തല്ലുണ്ടാക്കി. എങ്ങനെയൊക്കെയോ തേർഡ് ഫ്ലോറിലെത്തി. കാർത്തിക പട്ടിയെ പോലെ നിന്ന് നനയ്ക്കാൻ തുടങ്ങി. എന്തോന്നടി ഇത്, കൃത്രിമ ശ്വാസം തരേണ്ടി വരുമോ? ഒന്ന് പോടി. അതും പറഞ്ഞ് രണ്ടാളും MDയുടെ റൂമും നോക്കി അങ്ങനെ നടന്നു. ഡി എമി, ഇതാ ഇവിടെയാ. അവർ രണ്ടാളും അകത്തേക്ക് കയറി റൂമും ചാരി അവിടെ കിടന്ന് അർമാദിക്കാൻ തുടങ്ങി. കാർത്തിക ബെഡിൽ കയറി കിടന്നു ഒന്നുരുണ്ടു. എമി അവിടെ കിടക്കുന്ന റിവോൾവിംഗ് ചെയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി കളിച്ചു. പെട്ടെന്നാണ് എമിയുടെ തലയിൽ ബൾബ് കത്തിയത്. ഡി കാർത്തി, ഇനി ഇവിടെ വല്ല ക്യാമറയുണ്ടെങ്കിൽ എന്തു ചെയ്യും? ബെഡിൽ ഉരുണ്ടുകൊണ്ടിരുന്ന കാർത്തിക ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. ഒന്ന് പതറി. ഏയ് ഇല്ലില്ല, അങ്ങനെയൊന്നും ഉണ്ടാകില്ല ഡി. അത് പറയുമ്പോഴും കാർത്തികയുടെ കണ്ണുകൾ അവിടെ ആകെ സെർച്ച് ചെയ്യുന്ന തിരക്കില്ലായിരുന്നു. ഇപ്പോൾ ഡോക്ടർ അഭിലാഷ് ജനറൽ ഫിസിഷ്യൻ എന്ന ബോർഡ് വെച്ചിട്ടുള്ള റൂമിലായി ഇരിക്കുകയാണ് ഡോക്ടർ അർജുൻ നായർ, അതായത് ഈ ഹോസ്പിറ്റലിൻ്റെ MD. അഭി, നിൻ്റെയും ദിവ്യയുടെയും നിർബന്ധത്തിലാണ് ഞാനിവിടേക്ക് വന്നത്. എനിക്കിവിടെ ഇരിക്കാൻ പോലുമുള്ള മൂഡില്ല. നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ. ഞാൻ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഒട്ടും ഓക്കെ അല്ല. അതും പറഞ്ഞ് അവൻ മുഖം കുനിച്ചിരുന്നു. അഭി ചോദിച്ചു, അപ്പോൾ കുഞ്ഞ് എവിടെയാടാ? അവൻ എൻ്റെ ഒപ്പമുണ്ട്. ഇനി എന്തു തന്നെ വന്നാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അത് പറയുമ്പോഴും അർജുൻ്റെ കണ്ണുകളിൽ ഒരു കനലെരിയുന്നുണ്ടായിരുന്നു. നീ കോൾ ചെയ്തപ്പോൾ പറഞ്ഞു കുഞ്ഞിനെ നോക്കാൻ ഒരായെ വേണമെന്ന്. അവിടെ ഓൾറെഡി ഒരാളുണ്ടല്ലോ? അഭി ചോദിച്ചു. ആ അഭി ഉണ്ട്, പക്ഷേ അവർ കുഞ്ഞിനെ നല്ലപോലെ നോക്കുന്നില്ല. എപ്പോഴും ദേവിക മേഡത്തിൻ്റെ അടുത്താ. ആരേലും പറ്റി പരദൂഷണം പറയാനാണ് രണ്ടാളുടെയും ജോലി. ഇന്നലെ തന്നെ ഞാൻ പുറത്തു പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ കുഞ്ഞ് തറയിൽ കിടക്കുക, ഒരു തുണി പോലും വിരിച്ചിട്ടില്ല. നല്ല ഒരു ആയ കിട്ടിയാൽ ഞാൻ അവരെ പറഞ്ഞു വിടും. നിനക്കറിയാവുന്ന ആരേലും ഉണ്ടെങ്കിൽ പറ. നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ അത്? അർജുൻ ചോദിച്ചു. അതിന് അഭി ഒന്ന് പരുങ്ങി. അതിടാ അർജുൻ, ഒരു സർപ്രൈസാണ്. അത് കണ്ട് ഞാനും ദിവ്യയും വണ്ടറടിച്ചു. നീ കാണുമ്പോൾ എങ്ങനെ എടുക്കും, എങ്ങനെ പ്രതികരിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. അത് കേട്ടതും അർജുൻ സംശയത്തിൽ അഭിയുടെ മുഖത്തേക്ക് നോക്കി. അഭി പറഞ്ഞു, നോക്കേണ്ട, നീ ഇവിടെ തന്നെ ഉണ്ടല്ലോ, പയ്യെ കാണാം. പിന്നെ നിൻ്റെ റൂം റെഡിയാക്കാൻ ഞാൻ സൂപ്പറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. വാ, നമുക്കൊന്ന് പോയി നോക്കാം. അതും പറഞ്ഞ് രണ്ടാളും റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അഭിയും അർജുനും ലിഫ്റ്റിൽ കയറി തേർഡ് ഫ്ലോറിലേക്ക് വെച്ച് പിടിച്ചു. ഓരോന്നും പറഞ്ഞ് അവർ മുന്നിലേക്ക് നടന്നു. ഡോറിൻ്റെ മുന്നിലെത്തിയതും ഡോറിൻ്റെ ഹാൻഡിൽ അർജുൻ പിടിച്ച് തിരിച്ചു. എന്നാൽ ഇതേ സമയം ഡോറിൽ ചാരി കാർത്തികമായി കത്തിവെക്കുകയായിരുന്നു എമി. ഡോറ് തുറന്നതും പുറകിലേക്കാഞ്ഞ് അവൾ വീഴാൻ പോയി. അവളുടെ ഇടുപ്പിലും ഒരു കയ്യിലുമായി അർജുൻ കയറി പിടിച്ചു. യു ഇഡിയറ്റ് എന്ന് വിളിച്ച് അവൻ അവളെ പിടിച്ച് നേരെ നിർത്തി. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത് എന്നുള്ള എക്സ്പ്രഷൻ ഇട്ട് നിന്നു കാർത്തിക. എന്നാൽ ഒരു നിമിഷം അർജുൻ അവൻ്റെ കണ്ണുകൾ തുറച്ചു വന്നു. ശ്വാസം എടുക്കാൻ പോലും മറന്ന് അവൻ അവളെ തന്നെ കണ്ണുകൾ എടുക്കാതെ നോക്കിയിരുന്നു. പെട്ടെന്ന് അഭി ഇടയിൽ കയറി പറഞ്ഞു, എമി, കാർത്തിക, ഇതാണ് നിങ്ങളുടെ പുതിയ MD ഡോക്ടർ അർജുൻ. അപ്പോൾ ശരി, നിങ്ങൾക്ക് പോകാം.